ഇതിൻ്റെ രണ്ട് ചരണങ്ങൾ മാത്രം, ആദ്യത്തെ രണ്ട് ഭാഗം മാത്രം പാടിയാൽ മതി എന്ന നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടാണ്. ആ കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതുപോലും പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. കാത്തിരുന്ന് കാണുക എന്ന സസ്പെൻസ് ഇട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞൊഴിഞ്ഞിട്ടുള്ളത്. ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങ് പോലുള്ള ഒന്നല്ല. സ്വാതന്ത്ര്യദിനാഘോഷം സ്കൂളുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കുടുംബശ്രീ യൂണിറ്റുകളിലും നാട്ടിലാകെ സ്വാതന്ത്ര്യദിനാചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ ആഗസ്റ്റ് 15 എന്ന രീതിയിൽ നടക്കും. അപ്പോൾ സ്വാഭാവികമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന നിലപാടാണ്. അങ്ങനെ ആലപിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് ഇപ്പോഴോ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇത് മുഴുവൻ പാടിയില്ല എങ്കിൽ 3 വർഷം ശിക്ഷിക്കപ്പെടും എന്ന് തെറ്റായ നിയമത്തെ വ്യാഖ്യാനിക്കുകയൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ RSSൻ്റെ അജണ്ടയാണ്. രാജ്യത്തിൻ്റെ നിയമം അതല്ല. ഡോഗ് വിസിൽ മുഴക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പറയാതെ പറയുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംഘപരിവാർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കാനാണ്, അല്ലെങ്കിൽ ജയിൽ പോകേണ്ടി വരുമെന്ന ഭീഷണിയാണ് മുഖ്യമന്ത്രി മുഴക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇല്ലാത്ത നിയമത്തെ അദ്ദേഹം കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറയുണ്ടായി, കേന്ദ്ര നിർദ്ദേശം അതേപോലെ കൈമാറുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തത് എന്ന്. അങ്ങനെ പറഞ്ഞ് ഒഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി താഴേക്ക് ഓർഡറായിട്ട് അല്ലെങ്കിൽ സർക്കുലറായിട്ട് നൽകില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ അത് മറച്ചു വെക്കാനാണ് അന്നും ഇന്നും മുഖ്യമന്ത്രി ശ്രമിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ വരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം വരുന്നു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുമായിട്ടോ അതുപോലുള്ള ജനാധിപത്യ സംവിധാനത്തെ ഒന്നും ആശ്രയിക്കാതെ ഇവിടെ ചീഫ് സെക്രട്ടറി അത് താഴത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രത്തോളം തെറ്റായ ഒരു കീഴ്വഴക്കമായിരിക്കും അത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര നിർദ്ദേശം FCRA ആയിരിക്കും. നിയമം വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡായിരിക്കും മറ്റൊന്ന്. ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രശ്നമായിരിക്കും മറ്റൊന്ന്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ RSSൻ്റെ BJPയുടെ അജണ്ട ഓരോരോ സർക്കുലറായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചീഫ് സെക്രട്ടറി താഴേക്ക് അയച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശത്തെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റുകളും, ഇതൊരു ഗവൺമെൻറ്റല്ലല്ലോ, ഗവൺമെൻറ്റുകളും എല്ലാം എടുത്ത സമീപനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ടേ പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും? അല്ലാതെ അവിടെ നിന്ന് വരുന്ന തിട്ടൂര് അതേപോലെ തന്നെ താഴേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ചിത്രം മാത്രമാണോ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അപ്പോൾ ഇതിവിടെ സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള അപകടകരമായ നിലയാണ്. കോൺഗ്രസിൻ്റെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ്
ഇവിടെ സ്വീകരിക്കുന്നത് എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് പ്രഖ്യാപിച്ചു. അത് PMAY അർബൻ പദ്ധതിയാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് വീടുകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാർ വിഭാഗത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുന്നതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് PMAY അർബൻ കരാറിൽ കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒപ്പിടാനുള്ള തീരുമാനം. വീടുകൾക്ക് മുമ്പിൽ ചാപ്പ കുത്തുന്നതിനെ ശക്തിയായിട്ട് എതിർത്ത നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുള്ള സന്ദർഭത്തിൽ കേരളത്തിൽ ചെയ്തത്. ചെറിയൊരു പങ്ക് മാത്രമാണ് അവരുടെ ഭാഗമായിട്ട് കിട്ടുക. ബാക്കി സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാമാണ് നമ്മുടെ വീട് നിർമ്മാണത്തിന് പണം ചെലവഴിക്കുന്നത്. അപ്പോൾ വീട് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണെന്നും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു നിലപാടും എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ PMAY അർബൻ പദ്ധതിയിൽ നിന്ന് LDF വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഒരു തരത്തിലുള്ള ചാപ്പകുത്തലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 5 ലക്ഷത്തിലധികം വീട് നിർമ്മിക്കാനും ഇനിയിപ്പോൾ 1 ലക്ഷത്തിലധികം വീടും പൂർത്തിയാക്കാനും ഉള്ളത് കേരളത്തിൽ. ഇപ്പോഴിത് മാറ്റി ഈ വീട് പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഔദാര്യമാണ് എന്ന് അടയാളപ്പെടുത്തി വെക്കുക, ഇതാണ് ഇപ്പോഴും മുഖ്യമന്ത്രി അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം നമ്മൾ കണ്ടതാണ്. മാതൃഭൂമി അനൂപ് ദാസ് എന്ന ലേഖകൻ ബീഹാറിൽ യാത്രയുടെ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് വീട് ഒരുക്കിയതെന്നും ആ വീടിൻ്റെ മേലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലോങ്കോയുടെ കാര്യവും അന്ന് പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലുള്ള വീടുകൾ ഒരുക്കാനാണ് VD സതീശനും കൂട്ടരും ഇപ്പോഴും ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ എന്താ കുഴപ്പം എന്നാണ് ചിലർ ചോദിക്കുന്നത്. ആശുപത്രിക്കോ അതുപോലെ തന്നെ പാർക്കിനോ മറ്റേതെങ്കിലും സ്മാരകത്തിനോ ഇങ്ങനെ ഒരു ലോഗോ വെക്കുന്നത് കൊണ്ട്, പേര് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവനവൻ്റെ വീട് ഓരോ മനുഷ്യൻ്റെയും അഭിമാനമാണ്. തൻ്റെ വീട് എന്തോ ഒരു ഔദാര്യം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് പരസ്യപ്പെടുത്തി വരുന്നവരെല്ലാം കാണത്തക്ക രീതിയിൽ അവതരിപ്പിക്കണമെന്ന് ഒരു കുടുംബവും ആഗ്രഹിക്കുന്നതല്ല. അവിടെ ജീവിക്കുന്ന ഒരു കുട്ടിയും വിവാഹിതയായ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതല്ല. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും. ശരി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ്. സർക്കാർ സംഘപരിവാറിന്റെ മുട്ടിലിഴയുന്നു എന്നതാണ് MV ഗോവിന്ദൻ ഉയർത്തുന്ന ആരോപണം. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കത്തിനെ കുറിച്ചാണ് അദ്ദേഹം വിമർശനം ഉയർത്തുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ദില്ലി സമരത്തിന് CPI ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിനുകൾ